ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു ഫ്രണ്ടും കാര്യങ്ങളും വിളിച്ചിട്ടുണ്ടായിരുന്നു. അവനെ കാണാൻ പോകാനാണ് നമ്മൾ രാത്രി വീട്ടിലെടുത്തതെന്ന് വെച്ചാൽ ഒരു ഇൻട്രോ ആയിക്കോട്ടെന്ന് വിചാരിച്ചു. അതാണ് നമ്മൾ രാത്രി വണ്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ സിവിക്കിലാണ് പോകുന്നത്. ഓഗിയുടെ സിവിക്കിൽ റൂഫ് ബോക്സൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. തൻ്റെ ഫ്രണ്ട് റൂഫ് ബോക്സ് നമ്പർ പ്ലേറ്റ് എല്ലാം ഉണ്ട്. നമ്പർ പ്ലേറ്റ് ഇല്ല ഗൈസ്. സീനാവുമെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഇനി രാവിലെ ആവണം ഗൈസ്. രാവിലെയൊക്കെ ആവും. ഇനി പോയിട്ട് കുറേ നേരം എടുക്കൂല ഗൈസ്. ഓക്കെ, ഇനി രാവിലെയൊക്കെ ആയിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഓക്കെ, അങ്ങനെ രാവിലെ ഗൈസ്. രാവിലെ ഒരുങ്ങിയും കാര്യങ്ങളൊക്കെ നിൽക്കുകയാണ്. നമുക്ക് പോകാനായിട്ട് നമുക്ക് നേരെ ഇനി താഴോട്ടും കാര്യങ്ങളൊക്കെ പോകണം. ഇനി മുമ്പ് എൻ്റെ ഒരു ഫയലും കാര്യങ്ങളൊക്കെ എടുത്തോട്ട് ഗൈസ്. ഓക്കെ, എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ കാര്യങ്ങളൊക്കെ താഴോട്ട് പോകാം ഗൈസ്. അപ്പം നിങ്ങളെല്ലാവരും ആ സമയം കൊണ്ടൊന്ന് സബ്സ്ക്രൈബ് ആക്കും. ഓക്കെ ഗൈസ്, നമ്മൾ താഴെ കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മൾ സെക്യൂരിറ്റി ചേട്ടൻ അങ്ങ് എടുത്തിട്ടിട്ടുണ്ട് ഗൈസ് വണ്ടി. പിന്നെ നമ്മളെ വീട്ടിൽ പണിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതും കാര്യങ്ങളൊക്കെ നമുക്ക് കുറേ ദിവസം കഴിഞ്ഞിട്ടേ പോകാൻ പറ്റൂ. ഈ വീടല്ല ഗൈസ്, സിറ്റി 2-ലെ വീടാണ് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ താമസിക്കാൻ പറ്റും. പിന്നെ നമ്മൾ സിറ്റി 1-ൽ വേറൊരു വീടും കൂടെ ഉണ്ടല്ലോ ഗൈസ്, അത് ഞാൻ പണിയാൻ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നേരെ ഇനി അവനെ കാണാനായിട്ട് വണ്ടി എടുത്ത് വിടാം. ഇവിടെ ഇടിക്കുമോ എന്നാണ് എനിക്കൊരു ഡൗട്ട്. ഫ്ലെയിമൊക്കെ സീനാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് ഇറങ്ങാം. ആ സമയം കൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ആക്കുക ഗൈസ്. അപ്പോൾ ഇവിടെ നിന്നും കാര്യങ്ങളൊക്കെ തന്നെ തോന്നെ ദൂരവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഇപ്പോൾ വഴി മാറിപ്പോയാലും നമുക്ക് ഇതിലേക്കൂടെ പോകാം. ഇതാണ് നേരത്തെ എത്താൻ പറ്റുന്ന സ്ഥലം. അപ്പം നമുക്ക് നേഴ്സിന് നമ്മുടെ വണ്ടിയും കാര്യങ്ങളെടുത്ത് നമുക്ക് നേരെ സ്പീഡിൽ അങ്ങോട്ട് വിടാം ഗൈസ്. നേരെ ഇനി കുറേ സമയം കഴിയും ഗൈസ്. ഫോണിലായി പോയല്ലോ. ഇനി കുറേ സമയം കഴിയും ഗൈസ്. ഇനി അവിടെ എത്തിയിട്ട് കാര്യങ്ങളൊക്കെ കാണാമേ. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളിവിടെ കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ലൊക്കേഷൻ ഇട്ടേക്കുന്നത് ഇവിടെ അടുത്തെവിടെയാണ്. നമുക്ക് നോക്കി പോവാം. അപ്പോൾ അറിയാനും പറ്റാത്ത രീതിയിലുള്ള സ്ഥലത്താണ് നിൽക്കണമെന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കി പോവാം ഗൈസ്. വണ്ടിയിൽ ഫ്യൂവലില്ല ഗൈസ്. ഇവിടെയാണല്ലോ ലൊക്കേഷൻ തീരണത്. നമുക്ക് എന്തായാലും ഫ്യൂവൽ അടിച്ചിട്ട് ഇനി അവനെ നോക്കാം ഗൈസ്. ഫ്യൂവൽ അടിച്ച് തീരുമ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ആക്കുക ഗൈസ്. ഫ്യൂവൽ അടിക്കാൻ തോന്നുന്ന സമയമൊന്നും വേണ്ട, കുറച്ച് സമയം മതി. ഇതെന്താ അടിച്ച് തീരാത്തത്? തോന്നുന്ന സമയം വേണോ? എനിക്ക് തോന്നുന്നു വണ്ടിയിൽ ഒട്ടും പെട്രോൾ ഇല്ലായിരുന്നെന്നാണ്. ഇതടിച്ച് കഴിയുന്നില്ല ഗൈസ്. അപ്പോൾ ഇതടിച്ച് കഴിയണമെങ്കിൽ പെട്ടെന്ന് കഴിയട്ട്. ഓക്കെ ഗൈസ്, അങ്ങനെ അടിച്ച് കഴിയണം. ഫ്രണ്ടിലോട്ട് ദോ നിൽക്കണം ഗൈസ് അവൻ. അപ്പോൾ നമുക്ക് വണ്ടി ഇവിടെ അങ്ങോട്ട് പാർക്ക് ചെയ്യാം. വണ്ടി ഇവിടെ നൈസിന് ഇവിടെ അങ്ങ് പാർക്ക് ചെയ്യാം ഗൈസ്. ഇല്ല, നമുക്ക് നേരെ കറക്റ്റ് പാർക്ക് ചെയ്യാം. റോട്ടിൽ കൂടെ വണ്ടിയും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് അവൻ്റെ അടുത്തോട്ട് ചെല്ലാം ഗൈസ്. ഇറങ്ങി. എന്താണ് മച്ചാനെ, നീ ഇവിടെ നിന്ന് വിടില്ലേ? ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. നീയല്ലേ ഇവിടെ വരാത്തത്? ഞാൻ ഇവിടെ ഉണ്ട്. നീ എവിടെയായിരുന്നു? ഞാൻ ഇവിടെ ഉണ്ടായിരുന്നടാ. നിന്നേന്ന് ഞാൻ കണക്കില്ല. നീ എന്തിനാ വിളിച്ചത്? അതിപ്പോൾ പറ. ഞാൻ വിളിച്ച ഒരു റേസും കാര്യങ്ങളൊക്കെ നടക്കണുണ്ടെന്ന് പറയാനാണ് നിന്നെ ഞാൻ വിളിച്ചത്. അപ്പം അതിന് നീ പങ്കെടുക്കുന്നുണ്ടോ ആ റേസിന്? എടാ, ഞാൻ പങ്കെടുക്കണോ? ഞാൻ നോക്കട്ടെ. നീ നോക്കാം. ഞാൻ ശരിയാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ റേസിംഗ് കാറൊക്കെ ഉണ്ട്. ഞാൻ നോക്കാടാ. ഓക്കെ, നീ നോക്ക്. ചിലപ്പോൾ നിന്നെ കൊണ്ട് പറ്റും. നീ നോക്കിയിട്ട് ഒക്കെ നീ എന്നെ വിളിച്ച് പറ. അല്ലെങ്കിലും വിളി. ഓക്കേടാ, ഞാൻ നിന്നെ വിളിക്കാം. വീട്ടിൽ ചെന്നിട്ട് നിന്നെ വിളിക്കാം. അപ്പോൾ ഓക്കെ. അപ്പോൾ ബായിടാ, നീ പോയിട്ട് വാ. ഞാൻ വിളിക്കാമേ വീട്ടിൽ ചെന്ന്. ഓക്കെ, നീ വീട്ടിൽ ചെന്നിട്ട് വിളിച്ചാൽ മതിയടാ. ഓക്കെ, ശരി പോയിട്ട്. അവൻ്റെ അടുത്ത് റേസും കാര്യങ്ങളും ഉണ്ടെന്ന് പറയാനാണ് അവൻ വിളിച്ചത്. ഇനി നമ്മൾ ആ വീട് വരെ പോകണില്ല ഗൈസ്. ഇനി ഡെസേർട്ടിൽ നിന്ന് തിരിച്ച് നമ്മുടെ വീട് വരെ പോകാൻ നല്ല ദൂരമുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ റൂം എടുത്തിട്ടിട്ടുണ്ട് ഗൈസ്. അതുകൊണ്ട് സീനില്ല, നമുക്ക് അവിടെ പോവാം.
ഇവിടെ ഒരു ട്രെയിൻ പാളമുണ്ടല്ലോ, മൊത്തത്തിൽ ലോ വേടായുണ്ട്. ഓക്കെ ഗൈസ്, കുഴപ്പമൊന്നുമില്ല. നമ്മൾ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഇപ്പോൾ തട്ടിയതിന് നമുക്ക് ഏതാണ്ട് ഈ ലെഫ്റ്റ് കാണുന്നതാണ് നമ്മളെ റൂം എടുത്തേക്കുന്ന സ്ഥലം. മോട്ടൽ എന്നോ കണ്ടാണ് ഇതിനെ പറയണം. ആ മോട്ടൽ തന്നെ ഏതാണ്ട് അവിടെ ബോർഡുണ്ട് ഗൈസ്, മോട്ടൽ. നിങ്ങൾ വണ്ടിയിലോട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മതി. മോട്ടൽ വണ്ടി ഇവിടെ ഉണ്ട്. നമുക്ക് ആണ്ട് ഇവിടെ ഞാൻ മൊത്തത്തിൽ 4 റൂമാണോ 3 റൂമാണോ എടുത്തിട്ടേക്കുന്നതെന്ന് എനിക്കൊരു ഓർമ്മയില്ല. 3 റൂമിനെ എടുത്തിട്ടുള്ളൂ ഗൈസ്. വണ്ടി ഇവിടെ അങ്ങ് പാർക്ക് ചെയ്യാം. ഇങ്ങോട്ട് കറക്റ്റ് രീതി നമുക്കങ്ങ് പാർക്ക് ചെയ്യാം ഗൈസ്. ഓക്കെ, ഇവിടെ പാർക്ക് ചെയ്യാം. ഞാൻ ഇവിടെ ഒന്ന് ഫ്ലെയിം കാണിച്ചു തരാം, നിങ്ങളത് നോക്കിയോ. നല്ല ഫ്ലെയിമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫസ്റ്റ് റൂമെന്ന് പറയണത് ഇവിടെ ഒരു റൂമുണ്ട് ഗൈസ്. ഫസ്റ്റ് ഒന്നുമല്ല, അതുകൊണ്ട് ഇവിടെയാണ് റൂം. ഞാൻ വഴി മറന്നു പോയി, കുറേ ദിവസമായില്ലേ പോയിട്ട്. ഫസ്റ്റ് റൂമെന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതെന്താ ഒരു ബട്ടൺ കിട്ടണില്ല ഗൈസ്, ആ തുറക്കണ ബട്ടൺ. അയ്യോ, ഇതെന്താ. ഒന്ന് ഹൈഡ് ചെയ്യുക മാറ്റിയിട്ട് നിങ്ങളൊന്ന് കാണിച്ചു തരാം ഗൈസ്. ഹൈഡ് ചെയ്യുക മാറ്റിയിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, ഓക്കെ ഹൈഡ് ചെയ്യുക മാറി. അയ്യോ, എനിക്ക് കയറാൻ പറ്റുന്നില്ലേ. ഓക്കെ, തുറക്കണം. ഇവിടെ ടോയ്ലറ്റും ഒരു ബെഡും ഒരു ടി വി ഒരു ഗ്യാസിയും വരുന്നുണ്ട്. അടുത്ത റൂമിലും അത് കണക്കാണ് ഗൈസ്. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം നിങ്ങളത്. അപ്പുറത്താണ്, തുറന്നു കിടക്കുന്നില്ല. ഇത് തന്നെ ഗൈസ്, ഇതാണ് സെക്കൻഡ് റൂം. അതുകൊണ്ട് ഇവിടെ 2 ബെഡുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളു. ഇനി മണ്ടയിൽ ഒരു റൂമും കൂടെ ഉണ്ട് ഗൈസ്. അതും കൂടെ കാണിച്ചെന്നാൽ ഈ വീഡിയോനെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇത്രയേ ഉള്ളൂ. ഞാൻ ഇനി മണ്ടയിൽ കയറിയിട്ട് കാണിച്ചു തരാം. അയ്യോ, എന്താണ് ഗൈസ്. ഓക്കെ, നമ്മൾ ഇതെന്ത് കയറി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് രണ്ടാമത്തെ റൂമാണ് ഇവിടുത്തെ. അതുകൊണ്ട് ഈ റൂമാണ് ഗൈസ്. ഒരു ബെഡ് എല്ലാം ഉണ്ട്. ടോയ്ലറ്റ് ഇവിടെ ഞങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അതുകൊണ്ട് ടോയ്ലറ്റ് എല്ലാം ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളു. നമുക്ക് ഈ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ ഗൈസ്.